പിണ്ണാക്കിടി മൊട്ടാസോ. അതെന്തെന്നാന്ന് ആദ്യം ഒരു കിളി നമ്മുടെ തലേന്റെ ഏതെങ്കിലും ഒരു വസ്തുകൂടി ഒന്ന് പായും. ആ കൗതുകത്തിൽ പിടിച്ചിട്ടാണ് എഴുത്തുകാരൻ നമ്മളെ ഈ പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. മനുഷ്യരുണ്ടായത് മനുഷ്യരിൽ നിന്ന്, ദൈവം ഉണ്ടായത് എഴുത്തുകാരനിൽ നിന്ന് എന്ന് അവകാശപ്പെടുന്ന ഒരു എഴുത്തുകാരനെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ വേണ്ടി പറ്റും. പേര് ഷമിൽ രാജ്. മൊട്ടാസോ ദൈവത്തിന്റെ തലതൊട്ടപ്പൻ. കള്ളന്മാരുടെ ലോകത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകത്തിലേക്ക് ആ എഴുത്തുകാരൻ നമ്മളെ ക്ഷണിക്കുന്നത്. മലയാള സാഹിത്യം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫാന്റസി സറ്റയർ കോമ്പിനേഷനിലേക്കാണ് ഈ പുസ്തകം നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടു പോകുന്നത്. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ഫാന്റസി സറ്റയർ നോവൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പുസ്തകം. മലയാളത്തിൽ നാം വായിച്ചിട്ടുള്ള ഫാന്റസികളുടെയും സറ്റയറുകളുടെയും മേൽകീഴ് മറിച്ച പുതിയ ഒരു രൂപം. ഉട്ടറോസ എന്ന ഗ്രാമത്തിലെ ദൈവമായ നഗ്നതാ ദേവതയുടെ സ്വർണ പ്രതിമ മോഷ്ടിക്കാനെത്തുന്ന രണ്ട് കള്ളന്മാർ. അവരിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ദർ ഇസ് എ ഹോപ്പ് ഇൻ എവറി കോപ്പ് എന്ന് പറയാൻ ചില്ലറ നർമ്മബോധമൊന്നും പോരാ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത വളരെ വ്യത്യസ്തമായ ഒരു ദേശത്തിലേക്ക്, കാലത്തിലേക്ക് ഈ കഥ നമ്മെ കൊണ്ടുപോകുന്നു. ഷമിൽ രാജ് നിർമ്മിക്കുന്ന ഈ പാരലൽ യൂണിവേഴ്സ് മികച്ച മറ്റൊരു ലോകമായി അത് തോന്നുന്നു എന്ന മട്ടിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുന്നു. ചിരി കുരുത്ത് കുടുക്കിലിട്ട പൊട്ടാസ് കണക്കെ ഇതിലെ ഓരോ കഥകളും പൊട്ടിച്ചിതറുന്നു. ആ പൊട്ടുകഥകൾ ചേർത്ത് വെച്ച് ഷമിൽ മറ്റൊരു യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. വിശക്കുന്ന മനുഷ്യർക്കു വേണ്ടി കണ്ണീർ പൊഴിക്കാത്തവർ വിശക്കാത്ത വിഗ്രഹങ്ങൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കും എന്ന് അവകാശപ്പെടുന്ന എഴുത്തുകാരൻ അത്തരക്കാരെ കരുതിയിരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരൊറ്റ വായനയിൽ തള്ളിക്കളയാവുന്ന കേവല ഹാസ്യമല്ല ഈ പുസ്തകത്തിന്റെ കാതൽ. അതിൻ്റെ മർമ്മമായി നിലകൊള്ളുന്ന നർമ്മമാണ്. വായനക്കാരുടെ കണ്ണുകെട്ടുന്ന നർമ്മത്തിന്റെ കൺകെട്ട് വിദ്യയാണ്. ഷമിൽ രാജ് അയാൾ അതിഗംഭീരമായി പേനയൊന്തിയിരിക്കുന്നത് മലയാള സാഹിത്യത്തിലെ അരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കൂട്ടം കൃതികൾക്കകത്തേക്കാണ്. അയാളുടെ രചനാഖ്യാതി കൊണ്ട് നമ്മുടെ മലയാളം മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയും. വായനയുടെ ആദ്യാവസാനം പിണ്ണാക്കിടി മൊട്ടാസോ എന്ന കൗതുകത്തിലേക്ക് നമ്മൾ ചിറകേറിപ്പോകുന്നു. അത് കേവല കൗതുകമായി അവസാനിക്കുന്നില്ല. അതിൻ്റെ കാര്യത്തിലേക്ക് പതിയെ പതിയെ നമ്മൾ നടന്നു കയറുന്നു. അതെ, പിണ്ണാക്കിടി മൊട്ടാസോ. മൊട്ടാസോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.